إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا إذا تناجيتم فلا تتناجوا بالإثم والعدوان ومعصية الرسول وتناجوا بالبر والتقوى واتقوا الله الذي إليه تحشرون ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ പടച്ചതമ്പുരാന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി പകർത്തിയും പാലിച്ചും രണ്ട് ലോകത്തും വിജയിക്കുന്ന ആളുകളിൽ പെടുവാനുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകണമേ എന്ന് എന്നോടും നിങ്ങളോടും വളരെ ആത്മാർത്ഥമായി ഉണർത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. അത്തരുണത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാനും അവസാനം റബ്ബുൽ ഇസ്സത്തിനെ കണ്ടുമുട്ടാനും ഏറ്റവും വിജയിക്കുന്ന കക്ഷികളിൽ പെടാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, സ്വകാര്യം എന്ന് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. മനുഷ്യർക്കെല്ലാവർക്കും സ്വകാര്യതകളുണ്ട്. ഓരോരുത്തരുടെയും വ്യക്തിപരമായ സ്വകാര്യതകൾ, ഇടപാടുകളിലെ സ്വകാര്യതകൾ, സംസാരങ്ങളിലെ സ്വകാര്യതകൾ, ഓരോ മനുഷ്യനും അവന്റെ റബ്ബും മാത്രം അറിയുന്ന സ്വകാര്യതകൾ, അങ്ങനെ ഒരുപാട് വിധത്തിൽ നമുക്കറിയാം. ഓരോരുത്തർക്കും അവരുടേതായ സ്വകാര്യതകളുണ്ട്. ചില സ്വകാര്യങ്ങൾ അയാൾ മാത്രമേ അറിയാവൂ. പ്രിയപ്പെട്ടവരെ, ചില സ്വകാര്യങ്ങൾ അയാൾക്ക് മാത്രമുള്ളതാണ്. ലജ്ജയുള്ള ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വകാര്യ തലങ്ങളിൽ പോലും അവർ കാണിക്കേണ്ട സൂക്ഷ്മത അതിൽ നിന്ന് വരേണ്ടതാണ്. ഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅത. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, നിനക്ക് ലജ്ജയില്ലെങ്കിൽ ഇഷ്ടമുള്ളതെന്തും നമുക്ക് ചെയ്യാം. രഹസ്യമാക്കി വെക്കേണ്ടതായ കാര്യങ്ങൾ രഹസ്യമാക്കി തന്നെ തുടരേണ്ടതുണ്ട്. പലപ്പോഴും നമുക്കറിയാം, ആരോടും പറയേണ്ടതാത്ത ചില സ്വകാര്യങ്ങൾ, ആരോടും പറയരുതെന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്ന ചില സ്വകാര്യങ്ങൾ പോലും മറ്റൊരാളോട് പറഞ്ഞിട്ടില്ലെങ്കിൽ വല്ലാത്തടങ്ങേറുള്ള ആളുകളാണ് നമ്മളെല്ലാവരും. മറ്റുള്ള ആളുകളോട് സ്വകാര്യങ്ങൾ പറയുമ്പോൾ നമ്മളൊരു കണ്ടീഷൻ വെക്കും, നമ്മളൊരാളോടും പറയരുത്. ഇതുവരെ നമ്മളൊരാളോടും പറയാതെ സൂക്ഷിച്ച സ്വകാര്യമായിരിക്കും ആദ്യമായിട്ട് ഒരാളോട് പറയാൻ പോകുന്നത്. അതിൽ നമ്മുടെ കണ്ടീഷൻ, ഇതൊരു അമാനത്താണ്, ഒരിക്കലും നിങ്ങൾ ഒരാളോടും പറയരുത്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ആലോചിക്കണം, നമ്മൾ നമ്മുടെ മനസ്സിൽ ഒതുക്കി വെച്ച, ആരോടും പറയരുതെന്ന് വിചാരിച്ച സ്വകാര്യം നമ്മോട് പോലും പറഞ്ഞുപോയി അടുത്ത ആളോട്. നമുക്ക് പോലും അത് സൂക്ഷിച്ചു വെക്കാൻ കഴിയുന്നില്ല.
അതുകൊണ്ടാണല്ലോ നമ്മൾ ഒരാളോട് പറയുന്നത്, എന്നിട്ട് ആ ആളിൽ നിന്നുള്ള ഉറപ്പ് വേണം നമുക്ക് മറ്റൊരാളോട് പറയരുത് എന്ന്. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കേണ്ടത്, ആരും അറിയേണ്ടതില്ലാത്ത സ്വകാര്യം ഒരാളെയും അറിയിക്കാനും പറ്റാത്തതാണ്. അതെപ്പോഴും അത് അതിര് കടന്ന് പരസ്യമാകാനും അത് അപകടങ്ങൾ വരുത്താനും സാധ്യതയുണ്ട്. എന്നാൽ സ്വകാര്യങ്ങൾ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അയാളെ സംബന്ധിച്ചിടത്തോളം അത് അമാനത്താണ്. അതയാൾ ലംഘിച്ചാൽ അയാൾ മുനാഫിക്കിന്റെ പട്ടികയിലാണ് വരിക. സ്വകാര്യങ്ങൾ പറയുന്ന ആൾക്കും കണ്ടീഷൻ ഉണ്ട്, അത് കേൾക്കുന്ന ആളുകൾക്കും അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് കണ്ടീഷനുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. മുനാഫിക്കുകളുടെ ലക്ഷണത്തിൽ പറഞ്ഞില്ലേ, ഇദാ ഹദസ കദബ, സംസാരത്തിൽ കളവ് വരും. സ്വകാര്യം പറയുന്നവൻ ശ്രദ്ധിക്കേണ്ടതാണ്. വഇദാ വഅദ ഖലഫ, വാഗ്ദത്തം ചെയ്താൽ ലംഘിക്കും. സ്വകാര്യം കേൾക്കുന്നവനിൽ വരാൻ സാധ്യതയുള്ളതാണ്. പിന്നെയോ വിശ്വസിച്ചാൽ ചതിക്കും. ഇയാളൊരാളോടും പറയില്ലെന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മുടെ സ്വകാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടാവുക. ആ ആളെ നമ്മൾ വിശ്വസിച്ചിട്ടുണ്ടാവും, പക്ഷെ അയാൾ നമ്മളെ ചതിക്കും. രണ്ടു ഭാഗങ്ങളിലും ഇതെല്ലാം വ്യാപകമായി അപകടങ്ങൾ ഉണ്ടാക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതൊരു മനുഷ്യൻ, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, നീ വാക്കുകൾ ഉച്ചത്തിൽ പറയുന്നുവെങ്കിൽ നിശ്ചയമായും രഹസ്യമായതും അതിനിഗൂഢമായതും അള്ളാഹു അറിയുന്നതാണ്. എല്ലാ ചലനവും, അത് ഉറക്കെയുള്ളതാവട്ടെ പതുക്കെയുള്ളതാവട്ടെ, അതെല്ലാം അള്ളാഹു അറിയുന്നതാകുന്നു എന്നാണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ത്വാഹയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വഅസിറു ഖൗലകും വജ്ഹറു ബിഹി ഇന്നഹു അലീമുൻ ബിദാത്തിസ് സുദൂർ. നിങ്ങൾ നിങ്ങളുടെ വാക്ക് പതുക്കെയാക്കുക, അതല്ലെങ്കിൽ ഇനി ഉറക്കയാക്കിയാലും രണ്ടും സമമാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പറയുന്നതെല്ലാം നിങ്ങളുടെ ഹൃദയത്തിനുള്ളിലുള്ളതിനെ പറ്റി കൃത്യമായി അറിയുന്നവനാണ് പടച്ച തമ്പുരാൻ. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ബഹുമത സമൂഹത്തിൽ സോഷ്യലായി അതിലുള്ള അംഗങ്ങളായി ജീവിക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ സംസാരങ്ങളിൽ, ഇടപാടുകളിൽ, ബന്ധങ്ങളിലൊക്കെ ഒരുപാട് സ്വകാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. അവിടെയൊക്കെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, അം യഹ്സദൂന അന്നാ ലാ നസ്മഉ സിർറഹും വനജ്വാഹും ബലാ വറസുലുനാ ലദൈഹിം യക്തുമൂൻ. അതല്ല, അവർ വിചാരിക്കുന്നുണ്ടോ അവരുടെ രഹസ്യവും അല്ലെങ്കിൽ സ്വകാര്യ മന്ത്രവും നാം കേൾക്കുന്നില്ലെന്ന്? അല്ല പറയാണ്, അല്ല പിന്നെ ഞാൻ കേൾക്കാതെയാണോ നിങ്ങൾ പറയാൻ വിചാരിക്കുന്നത്? ഒരിക്കലും അത് സംഭവ്യമല്ല. എന്റെ ദൂതന്മാർ, അള്ളാഹു പറയാ, നമ്മുടെ ദൂതന്മാർ അവരുടെ അടുക്കൽ എഴുതിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ എഴുതിക്കൊണ്ടിരിക്കുന്നു, ഡ്യൂട്ടിയിലുള്ളവർ. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. സൂക്ഷ്മ നിരീക്ഷകരുടെ മുന്നിലൂടെയല്ലാതെ, അവരറിയാതെ ഒരു ലഫ്ളും ഒരു വാക്കും ഉച്ചരിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ലെന്ന് പരിശുദ്ധ ഖുർആൻ. നമ്മൾ പറയുന്ന എല്ലാം കൃത്യമായി രേഖയാക്കുന്നുണ്ട്. ഉറക്കെ പറഞ്ഞാലും ശരി, പതുക്കെ പറഞ്ഞാലും ശരി. സൂറത്ത് സുഹ്റുഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതാണ് പറഞ്ഞത്. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ നിങ്ങൾ ഉറക്കെ പറഞ്ഞാലും ശരി, നിങ്ങൾ പതുക്കെ പറഞ്ഞാലും ശരി, എല്ലാം റബ്ബറിയുന്നു എന്ന ചിന്ത പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാവർക്കും വേണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് പറഞ്ഞു കൊടുത്തു, ഇദാ കാന സലാസത്തുൻ ലാ യതനാജാ ഇസ്നാനി ദൂന സാലിസ്. നിങ്ങൾ 3 പേരുണ്ടെങ്കിൽ, എത്ര മര്യാദയാ പ്രവാചകൻ പഠിപ്പിച്ചതെന്നറിയുമോ? ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന സമയത്ത്, ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന സമയത്ത് അവിടെ ഒരു ഫിത്നയും വരാതിരിക്കാൻ പ്രവാചകൻ കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തു. നിങ്ങൾ 3 പേരുണ്ടെങ്കിൽ 2 പേര് സ്വകാര്യം പറയരുത്, 2 ആൾ സംസാരിക്കരുത്. അത് 3-ാമത്തെ ആൾക്ക് വിഷമുണ്ടാകും. ഒന്നുകിൽ അയാളെ പറ്റി പറയാന്ന് വിചാരിക്കും, അല്ലെങ്കിൽ അയാളെ കൂട്ടിയില്ല എന്ന വിഷമമെങ്കിലും അയാൾക്കുണ്ടാകും. അയാളെ ഇൻസൾട്ട് ചെയ്തതായിട്ട് അയാൾക്ക് തോന്നും, അയാൾ അതിന് പറ്റാത്തതാണെന്ന് വിചാരിച്ചതായിട്ട് അയാൾക്ക് തോന്നും. അങ്ങനെ പലതും വരും. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി, ഇദാ കുൻതും ഫലാത്ത് ഫലാ യതനാജാ റജുലാനി ദൂനൽ ആഖർ ഹത്താ തഖ്തലിഖു ബിന്നാസ് മിൻ അജ്ലി ദാലിക അന്ന ദാലിക യഹ്സുനഹു. അല്ലാഹുവിന്റെ റസൂൽ, നിങ്ങൾ 3 പേരുണ്ടെങ്കിൽ
രണ്ടാളുകൾ സ്വകാര്യം പറയരുത്, മൂന്നാമനെ കൂട്ടാതെ. ഇനിയോ നിങ്ങൾ ജനങ്ങളുമായി കൂടിച്ചേരുന്നത് വരെ അത് ചെയ്യരുത്. ഒരു കൂട്ടം ജനങ്ങളിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ നിങ്ങൾക്ക് രണ്ടാൾക്ക് പറയാം, മറ്റേയാൾ ഒറ്റക്കാവുന്നില്ല അവിടെ. ഇനിയോ നിങ്ങൾ അങ്ങനെ ചെയ്താൽ അത് മൂന്നാമന് ദുഃഖമുണ്ടാക്കും. ചിന്തിച്ചു നോക്കൂ, ഇസ്ലാമിന്റെ നിയമങ്ങൾ, ഒരു സമൂഹത്തിന്റെ കെട്ടുറപ്പും ഭദ്രതയും എത്രമാത്രം ഗൗരവത്തിലാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ദീന് സൂക്ഷിച്ചിരിക്കുന്നത്, സംരക്ഷിക്കുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനിയോ സ്വകാര്യങ്ങളിൽ ഒരുപാട് നിബന്ധനകൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മൂന്നിൽ രണ്ടാളുകൾ പറയരുത്. സ്വകാര്യ സംഭാഷണങ്ങൾ അള്ളാഹുവിന് ഇഷ്ടമുള്ളതായിരിക്കണം. സ്വകാര്യമാണെന്ന് വിചാരിച്ച് എല്ലാം അങ്ങോട്ട് പറയരുത്. അറിയില്ലേ, ഇന്ന് നമ്മുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ നോക്ക്, നമ്മൾ ഓരോരുത്തരുടെയും വ്യക്തിപരമായ സ്വകാര്യതകളെ പറ്റി ഒരു സെക്കൻഡ് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. എന്തൊക്കെയാണ് ഫോണിലൂടെയെല്ലാം നമ്മൾ കാട്ടിക്കൂട്ടിയിരിക്കുന്നത്. എവിടെ എത്തി നമ്മുടെ ചാറ്റുകൾ, എവിടെ എത്തി നമ്മുടെ സംസാരങ്ങൾ, അല്ലേ? അന്യരോട് ആണായാലും പെണ്ണായാലും ശരി എന്തൊക്കെ മോശമായത് നമ്മൾ പറയുന്നു. തമാശക്ക് വേണ്ടി, ചിരിപ്പിക്കാൻ വേണ്ടി എന്തെല്ലാം കളവുകൾ നമ്മൾ പറയുന്നു. അതോടൊപ്പം ലൈംഗിക ചുവയുള്ള സംസാരങ്ങൾ. പണ്ട് നമ്മുടെ കൂടെ പഠിച്ച ആളായിരിക്കും, അല്ലേ? ഇപ്പോൾ വ്യാപകമായി നടക്കുന്ന ഒരു വലിയ അപകടമാണത്. പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ, പൂർവ്വ വിദ്യാർത്ഥി സമൂഹത്തിന്റെ ഗ്രൂപ്പുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ക്രിയേറ്റ് ആയി വരുന്ന ഒരു സാധനം. നമ്മൾ വിചാരിക്കും വളരെ വലിയ പരിപാടിയാണ്, 25 കൊല്ലം മുന്നുള്ള ആളുകളെയൊക്കെ കിട്ടി, മറ്റോനെവിടെ അവനെവിടെ എന്നൊക്കെ വിചാരിച്ച് നമ്പറുകളൊക്കെ കളക്ട് ചെയ്യുന്നു. പല പെൺകൊടിമാരും അതിലേക്ക് വരുന്നു. നമ്മളൊക്കെ നമ്മളുടെ +2 പഠിച്ച ഭാഗത്തേക്ക്, ആ മാനസികാവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നു. പഴയകാല ചിരകാല സ്വപ്നങ്ങളെല്ലാം പൂവണിയുന്നു. പഴയകാല ചിന്തകൾ പുറത്തേക്ക് വരുന്നു. അന്ന് വന്നിരുന്ന ശൈത്താൻ ഇന്ന് വീണ്ടും വരുന്നു. കുടുംബത്തോടൊപ്പം സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന പെൺകുട്ടിയുടെയും ആൺകുട്ടികളുടെയും ജീവിതത്തിലേക്ക് ശൈത്താനായിട്ട് പഴയകാല ചിത്രങ്ങൾ വീണ്ടും എന്ത് ചെയ്യുന്നു? പ്രസിദ്ധീകരിക്കപ്പെടുന്നു. അപ്പൊ പഴയത് പൊടിതട്ടിങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ പഴയകാലത്തെ പ്രണയങ്ങൾ, പ്രേമങ്ങൾ, അല്ലേ, ഗ്രൂപ്പ് ചർച്ചകളെല്ലാം സിംഗുലർ ചർച്ചകളായി മാറുന്നു. PM-കൾ ചെയ്ത്, പേഴ്സണൽ ചാറ്റുകൾ ചെയ്ത് അത് വഴി മാറി സഞ്ചരിക്കുന്നു. എന്തൊക്കെ ദുരവസ്ഥയാ പ്രിയപ്പെട്ടവരെ. സ്വസ്ഥമായി 10-20 കൊല്ലം സമാധാനത്തിൽ ജീവിച്ച പെൺകുടിമാരെ ആൺകുടിമാർ ദ്രോഹിക്കുന്നു പഴയത് പറഞ്ഞ്. ആൺകുട്ടികളെ പെൺകുട്ടികൾ ഓർമ്മിപ്പിക്കുന്നു പഴയത് പറഞ്ഞ്. അങ്ങനെ എന്തെല്ലാം തോന്നിയാസങ്ങൾ. ഓരോരുത്തരുടെയും ഫോണുകൾ നമ്മൾ ഓരോരുത്തരും തന്നെ വിചാരണക്കെടുക്കുക, റബ്ബിന്റെ അടുക്കലേക്ക് എത്തുന്നതിന്റെ മുമ്പ്. സ്വകാര്യതകളിൽ, അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, അള്ളാഹുവിന് ഇഷ്ടമുള്ളതായിരിക്കണം നമ്മുടെ സംസാരം, നമ്മുടെ സ്വകാര്യം പറയൽ, നമ്മുടെ ചർച്ചകൾ, നമ്മുടെ ചാറ്റുകൾ എല്ലാം. അള്ളാഹു അതിന് നമുക്ക് എല്ലാവർക്കും സൂക്ഷ്മത നൽകുമാറാവട്ടെ. അലം തറ ഇലല്ലദീന നുഹു അനിൻ നജ്വാ ഹുമ്മ യഊദൂന ലിമാ നുഹു അൻ വയതജാജൂന ബിൽ ഇസ്മി വൽ ഉദ്വാനി വമഅസിയത്തി റസൂൽ. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് മുജാദലയിൽ 8-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുകയാണ്, സ്വകാര്യ സംഭാഷണങ്ങൾ നിരോധിക്കപ്പെട്ട ഒരു വിഭാഗത്തെ നിങ്ങൾ കണ്ടിട്ടില്ലേ? നബിയോട് പറയാ, താങ്കൾ കണ്ടിട്ടില്ലേ? നിരോധിച്ചിട്ടും ആ നിരോധിച്ചതിലേക്ക് അവർ പോകുന്നു. ചില സ്വകാര്യങ്ങൾ ഞാൻ നിരോധിച്ചിട്ടുണ്ട്. ആ നിരോധിച്ച വിഭാഗത്തെ, ആ സംഭാഷണങ്ങൾ നിരോധിച്ചവരെ നിങ്ങളെ കണ്ടിട്ടില്ലേ? എന്നിട്ടും അവർ അതിലേക്ക് പോകുന്നു. എന്നിട്ട് അല്ലാഹു പറയാണ്, പാപം ചെയ്യാനും ശത്രുതയുണ്ടാക്കാനും രഹസ്യമായ പല സംഭാഷണങ്ങളും ഉണ്ടാക്കുന്നു. ഇനിയോ റസൂലുള്ളാഹിനെ ധിക്കരിക്കാനും. എത്ര മനോഹരമായിട്ടാണ് പ്രിയപ്പെട്ടവർ ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തത്, നിരോധിച്ചിട്ടും നിരോധിച്ചതിലേക്ക് പോവാണ്, പാടില്ല എന്ന് അന്ന് വാപ്പ പറഞ്ഞതാണ്, ഉമ്മ പറഞ്ഞതാണ്, അന്ന് നിർത്തിയതാണ്. എന്നിട്ട് വാപ്പ പുതിയൊരു പുതിയാപ്പള എത്തുന്നതാണ്, വാപ്പയും കുടുംബവും നല്ലൊരു പെൺകൊടി എത്തുന്നതാണ്. അങ്ങനെ കുടുംബജീവിതം തുടങ്ങിയതാണ്. എല്ലാം സ്റ്റോപ്പ് ചെയ്തു. അള്ളാഹു മക്കളെ തന്നു. സന്തോഷത്തോടെ, സുഖത്തോടെ, സൗകര്യത്തോടെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പുതിയ ചാറ്റ് വരുന്നത്. ഓർമ്മയുണ്ടോ? കോളേജിൽ അങ്ങനെ തുടങ്ങുന്നു. അവിടെ അല്ലാഹു പറയാണ്, എന്താണ്? നിങ്ങൾ ശ്രദ്ധിക്കുക, നിരോധിച്ചിട്ടും അതിലേക്ക് പോവാണ്. ഇനിയോ മാത്രവുമല്ല, ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താ? പാപം ചെയ്യാൻ. ശരിക്കും ആലോചിച്ച് നോക്കൂ ആണുങ്ങളെ, പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആലോചിച്ച് നോക്ക്. നമുക്ക് മുൻകാലങ്ങളിൽ സ്നേഹമോ ബന്ധമോ ഉണ്ടായ ഒരു സ്ത്രീയിലേക്ക് നമ്മുടെ ബന്ധം വീണ്ടും പോകുന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് ചെക്ക് ചെയ്തോളൂ. അവളുമായിട്ടുള്ള ലൈംഗികമായ ഏതെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലാത്തതാണെങ്കിൽ നമുക്ക് ഒരുപാട് സൂക്ഷ്മതയുണ്ടാവും ആ ബന്ധത്തിന്. അവൾ വിളിക്കുമ്പോൾ അവളെ ഭർത്താവിന്റെ ഫോണിലേക്ക് വിളിക്കും. അവളോട് ചാറ്റ് ചെയ്യുമ്പോൾ അവളുടെ ഭർത്താവിനെയാണ് ഏൽപ്പിക്കുക. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെയും കൂട്ടിയിട്ട് എന്റെ വീട്ടുകൂടലിൽ വരണം,
അല്ലേ? എത്രയോ സൂക്ഷിക്കും. അല്ലാത്തവരാണെങ്കിലോ സൂക്ഷിക്കുക. നമ്മൾ വിചാരിക്കും നമ്മുടെ ഭർത്താവിനെക്കാട്ടും കെയർ അയാൾക്കാണ്. പ്രിയപ്പെട്ട സഹോദരിമാർ ശ്രദ്ധിക്കുക. ചില ആണുങ്ങൾ നമ്മുടെ പിന്നാലെ കൂടുമ്പോൾ നമ്മൾ വിചാരിക്കും എന്റെ ഭർത്താവിനേക്കാളും എന്നെ ശ്രദ്ധിക്കുന്നു. ഞാൻ ഇന്നലെ പനിയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് ഗുളിക കുടിച്ചോ എന്ന് ചോദിച്ചത് അവനാണ്. എന്റെ ഭർത്താവിന് അതിന് നേരമില്ല. പനി മാറിയോ എന്ന് ചോദിച്ചത് അവനാണ്. എന്റെ ഭർത്താവിന് അതിന് നേരമില്ല. എന്നെ കെയർ ചെയ്തത് അവനാണ്. എനിക്ക് കിട്ടാത്ത ആ മെഡിസിൻ വീട്ടിലെത്തിച്ചു അവൻ. അങ്ങനെ പലതും ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഭർത്താവിനെക്കാട്ടും ഭയങ്കരം തന്നെയാണ്. ശ്രദ്ധിക്കുക. രണ്ടാമതായി അവൻ പിന്നാലെ കൂടുന്നുണ്ടെങ്കിൽ താങ്കളിൽ നിന്ന് സ്ത്രീ സഹോദരിമാരോട് നിങ്ങളിൽ നിന്ന് അരുതാത്തതെന്തോ ഒന്ന് പ്രതീക്ഷിച്ചിട്ടല്ലാതെ ഒരു മനുഷ്യൻ നിങ്ങളെ വീണ്ടും ഫോളോ ചെയ്യില്ല. ഒരു സംശയവും വേണ്ട, ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് അപകടമാണ്. ശ്രദ്ധിക്കുക. സംസാരങ്ങളിൽ സൂക്ഷിക്കുക. ഫലാ തഖ്ളഅന ബിൽ ഖൗൽ ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറൗ ഫഖുൽന ഖൗലൻ മഅറൂഫാ. സ്ത്രീകളോട് പറഞ്ഞില്ലേ, നിങ്ങൾ നിങ്ങളുടെ സംസാരത്തിൽ തേൻ പുരട്ടി സംസാരിക്കാൻ പാടില്ല, കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കാൻ പാടില്ല. അള്ളാന്റെ റസൂലിന്റെ ഭാര്യമാരോട്, സഹാബത്തിനോട്, സഹാബി വനിതകളോടാണ്. അവരോടന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങളോടും കൂടിയാണ്. നിങ്ങൾ നിങ്ങളുടെ സംസാരത്തിൽ കൊഞ്ചിക്കുഴഞ്ഞ് തേൻ പുരട്ടി സംസാരിക്കാൻ പാടില്ല. ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറൗ. അപ്പുറത്തിരിക്കുന്നവന്റെ മനസ്സിൽ രോഗമുണ്ടാക്കുമത്. അത് അപകടങ്ങൾ തുടങ്ങാനുള്ള സാധ്യതയുണ്ട് അവിടെ. അതുകൊണ്ട് വഖുൽന ഖൗലൻ മഅറൂഫ, മാന്യമായത് മാത്രം പറയാം. പാപ്പുണ്ടോ എന്ന് ചോദിച്ചു വിളിച്ചാൽ, അല്ലേ? ഇപ്പൊ അങ്ങനെയാണല്ലോ, വീട്ടുപേരിന്റെ കൂടെ ആളുടെ പേരുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം, ഇന്നാളുണ്ടോ എന്ന് വന്നെന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മുടെ ഭർത്താവ് ഭയങ്കര ബന്ധമുള്ള ആളാണ്, അല്ലേ? അല്ലെങ്കിൽ അത് വേറെ പോയി ചോദിച്ചു വരും. വെള്ളം ഉണ്ടോ എന്ന് ചോദിക്കും, വെള്ളം തരുമോ എന്ന് ചോദിക്കും. ഇങ്ങനെയൊക്കെ പല നിലക്ക് ആളുകൾ തുടങ്ങുമ്പോൾ നമ്മൾ അവരെ എങ്ങനെ പ്രതികരിക്കുന്നു, എങ്ങനെ അവരോട് പ്രതികരിക്കുന്നു എന്നതനുസരിച്ചാണ് ബാക്കി. അപ്പൊ സംസാരങ്ങളിൽ ഫോണെടുത്താൽ മാന്യമായ മാന്യമായ വാക്കുകൾ ഉച്ചരിക്കുക. ഇല്ലെങ്കിൽ അവിടെയും അപകടമാണെന്ന് നമ്മൾ പിന്നീട് എന്ത് ചെയ്യേണ്ടി വരും? അനുഭവിക്കേണ്ടി വരും. ഇനിയോ റസൂലിനെ ധിക്കരിക്കാൻ പലപ്പോഴും ഇത്തരം സംസാരങ്ങളിലൊക്കെ ഉണ്ടാകുന്നത് എന്താ? പ്രവാചകന്റെ ചര്യകൾ അവിടെ പൊളിക്കുക ചെയ്യുക. റസൂലുള്ള പാടില്ല എന്ന് എന്തിനൊക്കെ പറഞ്ഞോ അതൊക്കെ അങ്ങോട്ട് പറയും, അല്ലേ? ആദ്യമായിട്ട് അവരുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷം വന്ന ഖിലാഫത്തിലുണ്ടായിരുന്ന ചില പണ്ഡിതന്മാർ പറഞ്ഞില്ലേ, എന്താണ്? ഏഷണിയും പരദൂഷണവും പറയുന്ന ആളുകൾ ആദ്യം തുടങ്ങുക അവനവന്റെ മുഖസ്തുതി പറയുക ചെയ്യുക. കേൾക്കാനുള്ള ആളെ ഒന്ന് പൊക്കി പറഞ്ഞു ഒരാളെ പൊക്കി വെക്കും. എന്നിട്ടാണ് തുടങ്ങുക. അറിയോ മറ്റേതറിഞ്ഞില്ലേ എന്ന് ചോദിച്ചിട്ട് ഒരു വാർത്ത ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് എത്തിക്കൽ, ഒരു സമൂഹത്തിൽ നിന്ന് ഒരു സമൂഹത്തിലെത്തിക്കൽ പാടില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദേശീയമാണ്, പരദൂഷണമാണ്. പ്രവാചകൻ വളരെ കർക്കശമായി അതിനോട് നിങ്ങൾ അടുക്കരുതെന്ന് പറഞ്ഞു. ഇനിയോ പ്രിയപ്പെട്ടവരെ, തഹ്സബുഹും ജമീഅൻ വഖുലൂബുഹും ശത്താ, ഇങ്ങനെയുള്ള ആളുകൾ അവർ ഒരുമിച്ചാണ്. ചില ആളുകൾ അങ്ങനെയുണ്ടല്ലോ, ചില സംഗതികൾക്ക് വേണ്ടി, ചില ഗൂഢതന്ത്രങ്ങൾക്ക് വേണ്ടി, ചില സ്വകാര്യ പരിപാടികൾക്ക് വേണ്ടി, ചില തന്ത്രങ്ങൾ മെനയാൻ വേണ്ടിയിട്ടൊക്കെ വിളിക്കുമ്പോ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയില്ലേ, തഹ്സബുഹും ജമീഅ വഖുലൂബുഹും ശത്താ, അവർ ഒന്നിച്ചാണെന്ന് നീ വിചാരിക്കും, പക്ഷേ അവരുടെ ഹൃദയങ്ങൾ ഭിന്നിപ്പിലായിരിക്കും. ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞില്ലേ, നിങ്ങളുടെ അടുക്കൽ മറ്റൊരുത്തന്റെ കുറ്റമോ കുറവോ പറയാനായിട്ട് ഒരുത്തൻ വന്നാൽ നിങ്ങൾ അവനെ സൂക്ഷിച്ചോളൂ. അവൻ നിങ്ങളുടെ കുറ്റവും കുറവും മറ്റൊരുത്തനോട് പറയുന്ന അതേ ആളായിരിക്കും. ശരിക്കും അടിപൊളിയായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സാധന. സ്ഥിരമായി നമ്മളെ കടയിൽ ചില ആളുകൾ കറക്റ്റ് ഒരു സമയത്തുണ്ട് ഒരാൾ വരാൻ. അങ്ങനെ വരുന്നവരെ കുറ്റം പറയല്ലോ കേട്ടോ, ആരും വിചാരിക്കരുത്. ചില സ്ത്രീകൾ വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞ് അടുക്കളയൊക്കെ വൃത്തിയാക്കി കുളിയൊക്കെ കഴിഞ്ഞ് തട്ടോട്ട അടുത്ത വീട്ടിലേക്ക് പോകും. എന്തിനാ പോകുന്നത് ശരിക്കും ആലോചിച്ച് നോക്കി. അയൽപക്ക ബന്ധത്തിനാണെന്നാണ് അതിന്റെ അടിസ്ഥാനമെങ്കിലും രണ്ടാമത്തെ പണി എന്താ? ഇന്നലെ പറഞ്ഞതിന്റെ ബാക്കി പറയാൻ, അല്ലെങ്കിൽ പുതിയൊരു ന്യൂസ് പറയാൻ. ഇങ്ങനെ സ്ഥിരമായി വന്നിട്ട് പരദൂഷണം പറയുന്ന ആളുകൾ വമ്പിച്ച അപകടമാണത്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. അവിടെയൊക്കെയും നമ്മൾ ചെയ്തു വെച്ച അമലൊക്കെ അങ്ങോട്ട് പൊളിഞ്ഞു പോവുക, എല്ലാം ഓന്റെ അക്കൗണ്ടിലൊക്കെ പോവുക. നിങ്ങൾക്കറിയോ, നമ്മൾ ചെയ്ത നന്മകളൊക്കെ നമ്മൾ ആരെപ്പറ്റി പറഞ്ഞോ ഓന്റെ അക്കൗണ്ടിലേക്ക് പോകും. എന്നിട്ട് റസൂൽ പറയാണ്, എന്നിട്ട് നിങ്ങളുടെ നന്മ തീർന്നാൽ അവന്റെ പാപം തിരിച്ചിങ്ങോട്ടും വരുന്നു. എല്ലാം തകർന്നു പോകും. ഇനിയോ ഭൗതികമായിട്ട് നിങ്ങൾ ആലോചിക്കുക, ബന്ധങ്ങൾ തകരും, വിശ്വാസങ്ങളും ഇല്ലാതാവും.
നമ്മൾ പരസ്പരം കുറ്റം പറയുന്ന ആളുകളെ, പരസ്പരം പരദൂഷണം പറയുന്ന ആളുകളെ കുറെ കാലം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അയാളോടൊരു പുച്ഛം ഉണ്ടാകുക. യാക്ക് ഇത് തന്നെ പറയാനുള്ളൂ അല്ലേ? നിങ്ങൾ ആലോചിക്കുക, നമ്മളിത് കറക്റ്റ് അപ്പുറത്തും. ഇത് റസൂൽ പറഞ്ഞതാണ്. നമ്മളുടെ മറ്റുള്ളവരുടെ പോരായ്മകൾ പറയുന്നവൻ നിങ്ങളുടെ പോരായ്മകൾ അപ്പുറത്തെത്തിക്കുന്നവനായിരിക്കും. നമ്മളുടെ കറക്റ്റ് അടുത്ത വീട്ടിൽ കയറിയിട്ട് പറയും, ഞാനിന്ന് അവിടെ പോയിരുന്നു, ഇവിടുന്ന് അങ്ങോട്ട് പോകും. സ്ത്രീകളെ ശ്രദ്ധിക്കുക, ഈ പണി നല്ലതല്ല. നമ്മൾ വിചാരിക്കും നമ്മൾ പെട്ടെന്നൊരു ന്യൂസ് എത്തിച്ചാൽ, പലപ്പോഴും ആളുകൾക്കുള്ളതാ, ഒരു ന്യൂസ് കേട്ടാൽ അത് ഞാൻ ആദ്യം അങ്ങോട്ട് ഗ്രൂപ്പിലിടാം, അതിന്റെ പ്രശംസയൊക്കെ നമുക്ക് കിട്ടിയതായിട്ട് നമുക്ക് തോന്നുക. എന്താണ് തുമ്പും വാലും ഇല്ലാത്തതൊക്കെ ആയിരിക്കും, ചെറിയൊരു സംഗതി ആയിരിക്കും, ചെറിയൊരു പ്രശ്നത്തിലൊക്കെ പിടിച്ചതൊക്കെ വലിയ കേസായിട്ടാണ് ഇപ്പുറത്തെത്തുക. 4-5 ആളുകളിലേക്ക് മാറി മറിഞ്ഞ് വരുമ്പോഴേക്ക് അറിഞ്ഞില്ലേ വലിയ എന്തോ പ്രശ്നമാണെന്ന് പറയാ. ഇങ്ങനെ മാറി ഒരടിസ്ഥാനവുമില്ലാത്ത വാർത്തകൾ പ്രചരിപ്പിക്കും. സ്വകാര്യതയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇദാ തനാജയ്തും ഫലാ തതനാജൂ ബിൽ ഇസ്മി വൽ ഉദ്വാനി വമഅസിയത്തിർ റസൂൽ വതനാജൂ ബിൽ ബിർരി വത്തഖ്വ വത്തഖുല്ലാഹ അല്ലദീ ഇലൈഹി തുഹ്ശറൂൻ. നിങ്ങൾ രഹസ്യ സംഭാഷണം നടത്തുകയാണെങ്കിൽ അധർമ്മത്തിനും അതിക്രമത്തിനും റസൂലിനെ ധിക്കരിക്കുന്നതിനും വേണ്ടിയാവരുത്. അതിനുവേണ്ടി നിങ്ങൾ രഹസ്യ വർത്തമാനം പറയരുത്. പാപം ചെയ്യാൻ, ശത്രുതയുണ്ടാക്കാൻ, അള്ളാഹുവിന്റെ റസൂലിനെ ധിക്കരിക്കാൻ വേണ്ടി നിങ്ങൾ പറയരുത്. മറിച്ച് അള്ളാഹു പറയാണ്, പുണ്യത്തിന്റെയും സൂക്ഷ്മതയുടെയും ഭയഭക്തിയുടെയും കാര്യത്തിൽ നിങ്ങൾ രഹസ്യ സംഭാഷണം നടത്തുക. നമ്മൾ ചിന്തിച്ചു നോക്കുക, നമ്മളൊക്കെ നടത്തിയ രഹസ്യ സംഭാഷണത്തിൽ 2 ആളുകൾ നന്നായ കഥ ഉണ്ടോ പ്രിയപ്പെട്ടവരെ? പ്രവാചകൻ ചെറിയൊരു കളവ് പറയാമെന്നൊരു ചെറിയ അനുവാദം തന്നത് എന്തിനാ? 2 ആളുകൾ തമ്മിൽ നന്നാവാൻ, ഒന്നാവാൻ ഒരു ചെറിയ കളവ് കൊണ്ട് പറ്റുമെങ്കിൽ. എടാ, എന്ത് കളവാന്നറിയോ? പുതിയ ബടായി ഒന്നും ഉണ്ടാക്കരുത്. നിന്നോട് അയാൾക്ക് അങ്ങനെ ഒരു ദേഷ്യവും ഇല്ല കേട്ടോ, കാക്കാക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു ചെറിയൊരു കളവ് അവർ തട്ടി വെക്കൊക്കെ അനുജനോട്, അനുജന്റെ ഉള്ളിൽ പൂവണിയും. എന്നിട്ട് നേരെ തിരിച്ച് കാക്കനോട് പറയാ, നിങ്ങൾ അനിയനിക്ക് ഈ ഭൂമുഖത്തെ ഏറ്റവും ഇഷ്ടം ആരെയാന്നറിയോ? നിങ്ങളെയാ. എന്നൊരു വർത്താനം, ഒരു ചെറിയ തട്ടിക്കൊടുത്താൽ മതി. ഒന്ന് അവർ 2 പേരും സന്ധിക്കാൻ നിങ്ങളുടെ ആ ഒരു ഇടപെടൽ മതിയാവും. മനസ്സിലാക്കി നോക്ക്. നേരെ മറിച്ച് നമ്മളൊക്കെ ഇടപെട്ടപ്പോ എന്താ ഉണ്ടായത്? നല്ലോണം കഴിഞ്ഞുപോയ കാക്കക്ക് അനുജനോട് ചെറിയൊരു നീരസം, ചെറിയൊരു സംശയം. നല്ല പാർട്ണറായിരിക്കും, ആ പാർട്ണറോട് സംശയം. ഈ സംശയം ഉണ്ടാക്കിയതായിരിക്കും ഒരു ശൈത്താൻ അതിന്റെ ഇടയിൽ കയറി വന്നതായിരിക്കും. വിചാരിക്കുന്നവർ ഇങ്ങക്ക് പറ്റാത്ത ആളാട്ടോ അത് എന്നൊരൊറ്റ കമന്റ് മതിയാകും. അതുവരെ നെഞ്ചകത്ത് സൂക്ഷിച്ച പ്രിയപ്പെട്ട കൂട്ടുകാരനോട് മോശമായതെന്തോ ഒന്ന് തോന്നാൻ വാച്ച് ചെയ്യും. നമ്മൾ വാച്ച് ചെയ്യുമ്പോൾ പിന്നെ നമുക്കറിയാലോ, ഏതൊരു വ്യക്തിയെ വാച്ച് ചെയ്താലും അയാളെ നെഗറ്റീവേ മനുഷ്യന്മാർക്ക് കിട്ടും. പോസിറ്റീവ് എടുക്കാനുള്ള ഈമാം പരിശോധിക്കുന്നവനില്ലാത്തത് കൊണ്ട് നെഗറ്റീവേ കിട്ടും. ലജ്ജയില്ലാത്തവൻ അതിങ്ങനെ നിരീക്ഷിക്കും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് പറഞ്ഞു, ലജ്ജ കൊണ്ട് ഞങ്ങൾക്ക് നോക്കിയിരിക്കാൻ പേടിയായിരുന്നു, ഞങ്ങൾ താന്നിരിക്കുന്നു റസൂലുള്ളാഹിന്റെ മുന്നിൽ. മനസ്സിലായോ? അത്ര ലജ്ജയായിരുന്നു. പ്രവാചകനോ ഒരു മണവാട്ടിയെ പോലെ ലജ്ജയുള്ള ആളായിരുന്നു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉളുപ്പില്ലാത്തതുകൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്. കൂടുതലും ഉളുപ്പില്ലായ്മ കൊണ്ടാണ് ഇത് പോയി പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്തു പറഞ്ഞു? പുണ്യത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ സ്വകാര്യം പറയും. അതേപോലെ തന്നെ ബന്ധങ്ങൾ തകരുകയാണ്. അയൽവാസികൾ തമ്മിലുള്ള ബന്ധങ്ങൾ തകരുന്നു. 3-ാമതാൾ പണിയെടുത്തിട്ട് സഹപാഠികൾ തമ്മിലുള്ള ബന്ധങ്ങൾ, സഹജോലിക്കാർ, സംഘടനയിലെ പ്രവർത്തകർ, രാഷ്ട്രീയ പാർട്ടിയിലെ പ്രവർത്തകർ, നേതാക്കന്മാർ തമ്മിൽ ഒക്കെയും ഉണ്ടാകുന്നത് എന്തുകൊണ്ടാ? ഒരു വലിയ മീറ്റിംഗിൽ പിളരാത്തോര് പിറ്റേന്ന് നടക്കുന്ന ഒരു ഫോൺ കോളിലാ തകരുക. ആലോചിച്ചു. ചിലരിങ്ങനെ പിളർത്താനായിട്ട് ജീവിക്കുക ചെയ്യുക, ബന്ധങ്ങൾ ഇങ്ങനെ പിളരുക. പ്രശ്നങ്ങൾ എപ്പോഴും അയാൾക്ക് പ്രശ്നങ്ങൾ വേണം ജീവിക്കാൻ, ഇല്ലെങ്കിൽ അയാൾ സ്വന്തം പലരും ചിലപ്പോൾ. അത്ര ചില ആളുകൾക്ക് എന്താണ്, എപ്പോഴും പ്രശ്നങ്ങളാണ് അയാൾക്ക് വേണ്ടത്. ചിലർക്ക് ജീവിക്കാൻ ഇത് വേണം, ചിലർക്ക് ജീവിക്കാൻ പരദൂഷണം വേണം, ചിലർക്ക് ജീവിക്കാൻ സ്വകാര്യ സംഭാഷണങ്ങൾ വേണം, ചിലർക്ക് ചില കൃത്യസമയത്ത് ചിലർ കോൾ ചെയ്യുന്നതാണ്. ഒരു 11 മണിക്കൊരു കോൾ വരും എല്ലാ ദിവസവും. മൂപ്പരെല്ലാ പരിപാടിയും കഴിഞ്ഞ് ബെഡിൽ കിടന്നാൽ അടുത്ത വിളിയാണ് അയാൾക്ക്. എന്തായിരിക്കും? ഓരോരുത്തരെ കെട്ടിത്തൂക്കിയിട്ട് ഓന്റെ ഇറച്ചി തിന്നാണ്. ഓരോ ദിവസവും സാധുക്കളെ തിന്നാണ്. എന്നിട്ട് നല്ല ഉറങ്ങണമെന്ന് വിചാരിക്കുന്നോന ഓനയും കൊണ്ട് തിന്നിക്കുകയാണ്. അല്ലേ? സുബഹി നിസ്കാരത്തിന് പള്ളിയിൽ ജമാഅത്തിന് ഒക്കെ വരുന്ന ആളുകൾക്കൊക്കെ പറ്റുന്നൊരു പഴവായത്. അത് വിചാരിച്ചിട്ട് സ്വകാര്യ പള്ളിയിൽ ഇനി പോണ്ടാന്നൊന്നും തീരുമാനിക്കരുത് കേട്ടോ പ്രിയപ്പെട്ടവരെ. എന്താ ഉണ്ടാവുക? നിസ്കാരം കഴിഞ്ഞ് നമ്മൾ കടയിൽ പോകും, ചായ കുടിക്കും. ചായക്ക് കടി എന്താ? ഏതെങ്കിലും ഒരുത്തന്റെ ഇറച്ചിയായിരിക്കും. അല്ലേ? സ്ഥിരമായിട്ട് കണ്ടുമുട്ടുന്നവർ, രാവിലത്തെ ജോഗിങ്ങിന് നടക്കുന്നവര്, അല്ലെങ്കിൽ ട്രിപ്പ് പോകുന്നവര്, നമ്മളൊക്കെ ഞാനടക്കം എന്താ ഉണ്ടാകുന്നത്? ആളുകളെ പറ്റിയിട്ട് ഇങ്ങനെ സ്വകാര്യങ്ങൾ, ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഒക്കെ പറയാ. നിങ്ങൾക്കറിയുമോ, നമ്മൾക്കുണ്ടായ ഒരു പ്രയാസം പോലും
പലപ്പോഴും റഹ്മാനായ റബ്ബ്, ഞാൻ നേരത്തെ ഓതിയ ചായത്തിലൊക്കെ അതാ പറയുന്നത്, ഉള്ളിലുള്ളതും പുറത്തുള്ളതും സ്വകാര്യതയിലുള്ളതും പരസ്യമാക്കിയതും എല്ലാം റബ്ബറിയും. ആഴിയുടെ അഗാധ തലങ്ങളിൽ നീന്തിത്തുടിക്കുന്ന മത്സ്യങ്ങൾക്ക് എന്താണോ അതിന്റെ ഓരോ ശ്വാസോച്ഛ്വാസത്തിൽ ഒരു കുമിള പെട്ടുപോയാൽ അതിനെ പുറന്തള്ളാനുള്ള സൂക്ഷ്മത റബ്ബിലുണ്ട്. ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഓരോ ജീവികളുടെയും ഓരോ സെക്കൻഡിലെ പ്രവർത്തനവും നിശ്ചിതമായ കൺട്രോളിൽ ഇങ്ങനെ കൊണ്ടുപോവുകയാണ് റബ്ബ്. എല്ലാം അറിയുന്ന റബ്ബ്. നമുക്ക് പറ്റിയിട്ടുള്ള ഒരു പ്രയാസം റബ്ബിനോടൊന്ന് പറയാൻ നമുക്ക് നേരില്ല. നമ്മൾ പറയാ ആരോടാ? ഇത് കേൾക്കുന്നവനെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവില്ല, ഒരു ദുആ പോലും കിട്ടാത്തവനായിരിക്കും, ഓനോടൊരു ഹെൽപ്പും വരാനുണ്ടാവില്ല. എന്നാലും നമുക്കിത് പറയണം. എന്തിനാ പ്രിയപ്പെട്ടവരെ? കടിച്ചമർത്തി തവക്കുൽ ചെയ്യുക. ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പറയാം. അയാളോട് പറയുന്നതിലൂടെ അയാളുടെ ഒരു ഹെൽപ്പ് നമുക്ക് വേണം. അയാളുടെ സാമ്പത്തിക സഹായം, അയാളുടെ ഇടപെടൽ, അല്ലെങ്കിൽ അയാളുടെ ദുആ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടണം. വെറുതെ ഇങ്ങനെ ആളുകൾക്ക് എല്ലാവരോടും എല്ലാം പറയണം. അതിന്റെ ആവശ്യമില്ല പ്രിയപ്പെട്ടവർ. അപ്പോഴാണ് പലപ്പോഴും അതിൽ കളവ് ചേർക്കേണ്ടി വരും, അതിലില്ലാത്തത് പറയേണ്ടി വരും, അങ്ങനെ പലതും വരും. ഇനിയോ നമുക്കെല്ലാവർക്കും സ്വകാര്യങ്ങൾ ഉണ്ടായിരിക്കണം, അല്ലേ? മാതാപിതാക്കൾ തമ്മിൽ, അതേപോലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ. ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? പ്രിയപ്പെട്ട കൂട്ടുകാർ, ഭാര്യ ഭർത്താക്കന്മാർ, ഈ കൂട്ടുകാർക്ക് ഇതെല്ലാം ഷെയർ ചെയ്യുന്നു. ആ ഭാര്യ ഭർത്താക്കന്മാരുടെ ദാമ്പത്യ ജീവിതം വരെ പുറത്തേക്ക് ഫ്ലാഷ് ആവുകയാണ്. എന്തൊരു തോന്നിയാസാണ് പ്രിയപ്പെട്ടവരെ, എന്തൊരു തോന്നിന്റെ ഇന്റിമേറ്റ് ആണ് പറയാ. എന്ത് ഇന്റിമേറ്റ്? എന്തെങ്കിലും ഒരു ചെറിയ സംഗതി മതി അത് വളർന്നാൽ എന്തുണ്ടാവും? അവന്റെ സ്വകാര്യ ജീവിതങ്ങൾ കംപ്ലീറ്റ് പുറത്തെത്തിയിട്ടുണ്ടാവും. അവനെത്തിയാൽ അവൻ തീർച്ചയായിട്ടും അവന്റെ ഇണയോട് പറയും. അങ്ങനെ സ്വകാര്യത ഇല്ലാത്തൊരു ദാമ്പത്യ ബന്ധമായിട്ട് നമ്മൾ തകർന്ന് തരിപ്പണമായി പോകും. ആ പെണ്ണിനെ പിന്നീട് കാണുമ്പോൾ ഇവൻ വളഞ്ഞതൊക്കെ അവർക്ക് ഓർമ്മ വരും. ചിലതവനെ ചീത്തയായ ദുശ്ചിന്തകൾക്ക് സ്വാധീനിക്കും, ചിലതല്ല, പലപ്പോഴും പലതും, അല്ലേ? അതുകൊണ്ട് ദാമ്പത്യ ജീവിതത്തിലെ കിടപ്പറയിലെ സ്വകാര്യതകൾ പങ്കുവെക്കുന്നവരെ നിർത്തണം നിങ്ങളെല്ലാവരും. തോന്നിയസാണത്, ചെയ്യരുത്. അത് ഇണയോട് കാണിക്കുന്ന വഞ്ചനയാണ്. ഇണയെ കൂട്ടിക്കൊടുക്കുന്നതിന് തുല്യമാണ്. ഇണയുടെ സ്വകാര്യതകൾ മറ്റൊരുത്തർ പറഞ്ഞു കൊടുക്കുക എന്നത് അവളോട് ചെയ്യുന്ന മര്യാദക്കേടാണ്. തിരിച്ചും അതുപോലെ തന്നെ ആണുങ്ങളെക്കാളും അധികം അപകടം സ്ത്രീകൾക്കാണെന്നാണ് പലപ്പോഴും തോന്നാറുള്ളത്. സ്ത്രീകളിലൂടെയാണ് ഇത് പുറത്തേക്ക് പോകാറുള്ളത് പലപ്പോഴും. പ്രിയപ്പെട്ട സഹോദരിമാർ, ഉമ്മമാർ, ശ്രദ്ധിക്കുക. നമ്മൾ ചിലപ്പോൾ ചില ഗുണത്തിനായിരിക്കും പറയുന്നത്. ചില സ്ത്രീകൾ ഇത് മാന്തിയെടുക്കും. അതിന് നല്ല ഉഗ്രശേഷിയുള്ള കഴിവുള്ളവരുണ്ട് പലരും. ഈ സ്വകാര്യതകൾ ദാമ്പത്യ ജീവിതത്തിൽ ചിലതെല്ലാം മാന്തിയെടുക്കാൻ അവരവരുടെ ആദ്യം പറഞ്ഞിട്ട് മറ്റേതും കൂടെ എടുക്കും. അപ്പൊ നമ്മൾ സ്വകാര്യത നമ്മൾ പറഞ്ഞു പോകും. പ്രിയപ്പെട്ട സ്ത്രീകളെ, സഹോദരിമാരെ, ചെയ്യരുത്. ദാമ്പത്യ ജീവിതത്തിൽ കിടപ്പറയിലേക്ക് സ്വന്തം മക്കൾക്ക് പോലും പ്രവേശനമില്ലെന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനേക്കാൾ വലുതല്ലല്ലോ മറ്റുള്ളവരൊന്നും. മാതാപിതാക്കൾക്ക് പ്രവേശനമുണ്ടോ? പറ്റൂല. 7 ദിവസം ദമ്പതിമാരെ വെറുതെ വിടാനാ പറഞ്ഞത്. അവരെ കൊള്ളങ്ങൾ പോകരുത്, സ്വതന്ത്രമാക്കി അവരെ. വിവാഹത്തിൽ ആദ്യത്തെ ദിവസങ്ങൾ അവരോട് പെർമിഷൻ വാങ്ങാതെ റൂമിലേക്ക് പോകരുതെന്ന് പറഞ്ഞു. 3 സമയങ്ങളിൽ അനുവാദം കൂടാതെ അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞു. 3 തവണ സലാം ചൊല്ലിയിട്ട് നിങ്ങൾക്ക് മടക്കമില്ല, വാതിൽ തുറക്കുന്നില്ലെങ്കിൽ തിരിച്ചു നടക്കാൻ പറഞ്ഞു. ഭക്ഷണത്തിന് ക്ഷണിച്ചു കഴിഞ്ഞാൽ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. എന്തിനാ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ ഓതിയിട്ടും ഹദീസുകൾ പറഞ്ഞു തന്നിട്ടും വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ, അല്ലാഹുവിന്റെ വഹ്യാണിത്. ആയത്തും ഹദീസുകളും എല്ലാം ഈ നിയമങ്ങളൊക്കെ പറഞ്ഞെന്തിനാ? സ്വകാര്യതകൾ പുറത്തു പോകാൻ പാടില്ല. മനസ്സിലല്ലേ? ഒച്ചുണ്ടാക്കാതെ വാതിൽ മുട്ടാതെ കയറി പോകാൻ പാടില്ല എന്നാ. സ്വന്തം ഭാര്യയുടെ അടുക്കലേക്ക് അവളോട് പറയാതെ പോകരുതെന്നാണ് റസൂൽ പഠിപ്പിച്ചത്. അതിനേക്കാൾ വലിയ നിയമം വേണോ നമുക്ക്? സ്വന്തം ഭാര്യയുടെ അടുക്കലേക്ക് ഭർത്താവ് പോകുമ്പോഴേ ഓളെ അറിയിക്കാതെ പോകരുത് എന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെന്താ വിചാരിക്കുക? ഓൾ അറിയാതെ ഇതിലേന്ന് പോയി നോക്കുക, ഓള് വേറെ എന്തെങ്കിലും പെടുന്നോന്ന് നോക്കുക. ആ ചിന്താഗതി എന്ന തെറ്റാണ് റസൂലുള്ളാഹി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആളുകൾ ഗൾഫിൽ നിന്നൊക്കെ 3 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? പറയാതെ വരും. ഭയങ്കര സസ്പെൻസ് ആണ് ഈ വിഡ്ഢി വിചാരിക്കുന്നത്. തോന്നിയാസാണ് അത്. ശരി, നിനക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കേണ്ടവളുണ്ടവൾ. അവൾ അവളുടെ ന്യൂനതകളോ പോരായ്മകളോ ഇന്നേ വരെ കാണിക്കാത്തതുണ്ടാകും പലതും. അവൾക്ക് ഒരുങ്ങേണ്ടി വരും നിങ്ങളുടെ മുന്നിലേക്ക്. അവളെ ഏറ്റവും മോശമായ വേഷത്തിലോ മോശമായ ഗന്ധത്തിലോ മോശമായ രീതിയിലോ കാണുന്നത് നിങ്ങളുടെ ദാമ്പത്യ ബന്ധത്തെ ഉടക്കുക ചെയ്യുക.
ഒരിക്കലും അത് നന്നാക്കൂല. സസ്പെൻസ് കണ്ടിട്ട് സിനിമയിൽ കാണുന്ന പോലെ കെട്ടിപ്പിടിച്ചത് വരില്ല, അറച്ചു പോവുക ചെയ്യാ രണ്ടുപേരും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, നമ്മൾ പലപ്പോഴും ചിന്തിക്കും ഉണ്ടാതെ പോയി നോക്കണമെന്ന്, പറ്റൂല, പാടില്ല. അങ്ങനെ ചിന്തിക്കുന്നവൻ അത് കാണേണ്ടി വരുമെന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകങ്ങൾ ഉദ്ധരിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത്. മോശമായത് കാണാൻ വേണ്ടിയിട്ട് പിന്നിലൂടെ പോയി നോക്കല്ല പ്രിയപ്പെട്ടവരെ ചെയ്യേണ്ടത്. മോശമായതൊന്നും കാണരുതേ എന്ന് പ്രാർത്ഥിച്ച് വുളൂ ചെയ്ത് സലാം ചൊല്ലി കയറാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മോശമായത് കണ്ടിട്ട് എന്തിനാ തകരാനോ, എന്തിനാ കാണരുതെന്നാ വിചാരിക്കുന്നത്? പ്രതിയെ തൊണ്ടി സഹിതം പിടിച്ചിട്ട് എന്തിനാ പത്രത്തിൽ കൊടുക്കാനോ, മീഡിയയിൽ വരാനോ? എന്താ അതിന്റെ കാര്യം? എന്നിട്ട് മക്കൾ ഒറ്റപ്പെടാനോ? അതുണ്ടാവരുതേ എന്ന് ചിന്തിക്കാൻ അതിനാ നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇനിയോ പ്രിയപ്പെട്ടവരെ, നന്മക്ക് വേണ്ടി എല്ലാവരും സ്വകാര്യത്തിൽ ഏർപ്പെടണം. ഒരുപാട് നന്മകളുണ്ട് സ്വകാര്യമായി ചെയ്യാനുള്ളത്. എത്രയോ ചരിത്രങ്ങൾ ഞാൻ തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സ്വകാര്യമായിട്ട് ഒരാളും അറിയാതെ ചെയ്തിട്ട് മരിച്ച ശേഷം ആളുകൾ അറിയുന്നു അയാളായിരുന്നു അത് ചെയ്തത് എന്ന്. അതായിരുന്നു അയാളുടെ തയമ്പിന്റെ കാരണം, അതായിരുന്നു അയാൾ സുബഹിക്ക് എഴുന്നേറ്റ് വേഗത്തിൽ പോകാൻ കാരണം. ഇങ്ങനെ സ്വകാര്യമായ നന്മകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മളത് തൊക്കെ ഉണ്ടാവണം. എല്ലാവരും ഒരു സെക്കൻഡ് ചിന്തിച്ചോളി. സ്വകാര്യമായ വാപ്പറിയാത്ത, ഉമ്മ അറിയാത്ത, മഹല്ലറിയാത്ത, കുടുംബക്കാരറിയാത്ത, മക്കളറിയാത്ത, പള്ളിയിലെ ഇമാം അറിയാത്ത, ഖത്തീബ് അറിയാത്ത, ജഡ്ജി അറിയാത്ത, കോടതി അറിയാത്ത, പോലീസുകാരറിയാത്ത എത്ര തിന്മകളുണ്ട് നമ്മളുടെ ഉള്ളിൽ. ഇഷ്ടം പോലെ ഉണ്ട്, ഇല്ലേ? ഉണ്ട്. എന്നാൽ നന്മയുണ്ടോ? ആരും അറിയാത്തൊരു നന്മ ഒരാൾക്ക് എഴുതാൻ കഴിയും ഒരു പേപ്പറിൽ. എഴുതെങ്കിൽ തന്നെ കുറെ ആലോചിച്ച് കണ്ടുപിടിക്കണം, ഓർമ്മ ഉണ്ടാവില്ല. ആരും അറിയാത്ത നന്മ കുറവാ, അല്ലെങ്കിൽ ഇല്ലാതായിരിക്കും. തിന്മകൾ വ്യാപകമാണ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഇന്നഹു യഅലമുൽ ജഹ്റ വമാ യഖ്ഫ. എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കേൾക്കാറില്ലേ? എന്താ പറയുന്നത്? നിങ്ങൾ എത്രയൊക്കെ രഹസ്യമാക്കിയാലും പരസ്യമാക്കിയാലും അള്ളാഹു അത് അറിയുക തന്നെ ചെയ്യും, ഒരു സംശയവും വേണ്ട. ഇനി സ്വകാര്യതയുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനൻ നാസ്. ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും. മിക്ക സ്വകാര്യ ചർച്ചകളിലും ഒരു ഖൈറുമില്ലെന്ന് ഖുർആൻ. സുബ്ഹാനല്ലാഹ്. മിക്ക സ്വകാര്യ ചർച്ചകളിലും ഒരു ഖൈറുമില്ല. ഏതൊഴികെ ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ. കഷ്ടപ്പെടുന്ന സുഹൃത്തിന് സ്വതക്ക ചെയ്യുന്നത് മറ്റാരും അറിയാതെ അയാളെ സഹായിക്കാനുള്ള ഒരു കാര്യം ചർച്ച ചെയ്യാനുള്ള സ്വകാര്യത ഒഴിച്ച്. നിങ്ങളറിയോ, ഭാര്യയെ വിളിക്കുന്നു റൂമിലേക്ക്, എന്നൊരു പേപ്പർ എടുത്തിരിക്കുന്നു, എന്നോട് പറയുന്നു സക്കാത്തിന്റെ കുറച്ച് വിഹിതമുണ്ട് നമ്മുടെ കയ്യിൽ, അതേപോലെ വരുമാനത്തിൽ കുറച്ച് പൈസ നമുക്ക് ആർക്കെങ്കിലൊക്കെ കൊടുക്കണം, നീ പറ എന്റെ കുടുംബത്തിൽ ആരൊക്കെയുണ്ട് ഇതിനർഹരായവർ. ഭാര്യയെ വിളിച്ച് വാതിലടച്ച് ഒറ്റയ്ക്ക് ഇങ്ങനെ എഴുതി ഉണ്ടാക്കുന്ന ആ ഒരു സ്വകാര്യങ്ങൾ ചിന്തിച്ചു നോക്കി. എന്ത് സുഹൃത! ചില ആളുകൾ ജീവിതത്തിൽ കേട്ടിട്ട് ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല ഇങ്ങനെ. ഭാര്യനെ വിളിച്ചിട്ട് ഭാര്യ കുടുംബത്തിൽ ആരൊക്കെയുണ്ടെന്ന് പറഞ്ഞ് അതിങ്ങനെ എഴുതി രേഖപ്പെടുത്തി ഓരോരുത്തർക്ക് എത്ര കൊടുക്കണമെന്ന് കണക്കെഴുതി അതൊരു കവറിലിട്ട് ഭാര്യയെ ഏൽപ്പിക്കുന്നു. അവളുടെ മാതാപിതാക്കളുടെ അടുക്കലേക്ക് പോകുന്നു, അവരെ ഏൽപ്പിക്കുന്നു. പരിസരത്തുള്ള വീടുകളിൽ അവൾ കൊണ്ടുപോയി കൊടുക്കുന്നു. എന്ത് രസമുള്ള സിസ്റ്റർ പ്രിയപ്പെട്ടവരെ! അവളോടൊപ്പം ഇരുന്ന് മക്കളെ കൂട്ടുന്നു, മക്കളോട് എണ്ണി ഓരോ പൈസയും അതിലേക്ക് ഇടാൻ പറയുന്നു, മക്കൾ അതിൽ ഒരുമിക്കുന്നു. ആ വീട്ടിൽ ഒരല്പസമയം അയൽവാസികൾ പോലും അവിടെ ഒരു ശാന്തതയും മൂകതയും അനുഭവപ്പെടുന്നു. എന്താ ചെയ്യുന്നത്? നന്മ ചെയ്യാണ്. വാപ്പയും ഉമ്മയും മക്കളും കുത്തിട്ടുണ്ട്, പാക്ക് ചെയ്യാണ് പൈസ. ചിന്തിച്ചു നോക്ക് പ്രിയപ്പെട്ടവരെ, എന്ത് രസമുണ്ടാവും അത്! എന്ത് സുഹൃതമായിരിക്കും അവിടെ! ആ കണ്ടിരിക്കുന്ന എഴുതിക്കൊണ്ടിരിക്കുന്ന മലക്കുകൾ എത്ര നല്ല റിപ്പോർട്ടായിരിക്കും നമ്മളെപ്പറ്റി എഴുതി വെക്കുക. ആലോചിച്ചു നോക്ക് അങ്ങനെയുള്ള സ്വകാര്യങ്ങൾ. ഇനിയോ നല്ലത് ചെയ്യാൻ, നന്മ കൽപ്പിക്കാൻ. തന്റെ കൂട്ടുകാരനിൽ ഒരു തെറ്റ് കണ്ടാൽ സ്വകാര്യമായി വിളിച്ചിട്ട്, സഹോദരാ നിങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങൾ നല്ലൊരു വ്യക്തിയാണ്, ഞാൻ ശ്രദ്ധിക്കാറുണ്ട് എപ്പോഴും, ഞാനൊരു ചെറിയ കാര്യം പറയാം, നിങ്ങൾക്ക് വിഷമം തോന്നരുത്. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ആ പുകവലിയും കൂടി ഒന്ന് ഒഴിവായാൽ നിങ്ങൾ എത്ര ധന്യനാണ്. എന്തിനാ നിങ്ങളത് ചെയ്യുന്നത്? സ്വകാര്യമായിട്ട് പറഞ്ഞു നോക്കി. നിസ്കരിക്കാത്ത മോനെ വിളിച്ചിട്ട്, അല്ലെങ്കിൽ നിസ്കരിക്കാത്ത കൂട്ടുകാരനെ വിളിച്ചിട്ട്, നിങ്ങൾ ഒരുപാട് പോരായ്മകളുള്ള ആളുകളല്ലേ നമ്മളൊക്കെ, അറ്റ്ലീസ്റ്റ് നമസ്കാരമെങ്കിലും നിങ്ങളൊന്ന് തുടങ്ങ് പ്ലീസ്. സ്വകാര്യമായിട്ട് പറഞ്ഞു. സ്വകാര്യമായ പ്രബോധനം അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രബോധനത്തിന്റെ ഒരു വലിയ ശൈലിയായിരുന്നു സ്വകാര്യമായ പ്രബോധനം. പിന്നീട്
ആളും ഗഡ്സും സെറ്റപ്പുകളും ഒക്കെ വന്നപ്പോഴാണ് പരസ്യ പ്രബോധത്തിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയത്. ഇസ്ലാം സ്വീകരിച്ച ആളുകൾ സ്വകാര്യമായി ജീവിച്ചു, പേടിച്ചിട്ട് പലരും ആക്രമിക്കപ്പെട്ടു. പിന്നീട് ഉമർ ഖത്താബിനെ പോലുള്ള ധീരരായ ആളുകൾ, ഖാലിദ് ബിൻ വലീദ്, സുഹൈൽ ബിൻ അംറിനെ പോലുള്ള ധീരരായ ആളുകൾ, അലിയാർ തങ്ങളെ പോലുള്ള ആളുകൾ മുന്നിൽ നിന്നപ്പോ പരസ്യ പ്രബോധനം. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ സ്വകാര്യമായിട്ട് കത്തെഴുതുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത്. തിന്മക്കെതിരെ കത്തെഴുതുക. ഇന്ന് കത്തില്ല, മെസ്സേജുകളാണ്. ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ട സ്നേഹിതരോട് അങ്ങനെ ഒരു അസ്സലാമു അലൈക്കും, നിങ്ങൾക്കറിയൂ, അങ്ങനെ എഴുതുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്കൊക്കെ ഉള്ളതായി, ഞാനൊക്കെ എപ്പോഴും ചെയ്യുന്നതാണ്, മരിച്ചുപോയ സുഹൃത്തുക്കളെ വാട്സപ്പിൽ പണ്ട് ചെയ്ത ചാറ്റുകളൊക്കെ ഇങ്ങനെ വായിക്കുക, കേൾക്കുക, കരയുക. വാപ്പാന്റെ ശബ്ദം പോയി, പക്ഷെ വാപ്പ ശബ്ദമുള്ള കാലത്ത് പറഞ്ഞ മെസ്സേജുകൾ കേൾക്കുക. എന്തൊരു ധന്യതയാതെ ആലോചിച്ച് നോക്ക്. സംസാരശേഷി നഷ്ടപ്പെട്ട ആള് സംസാരിക്കുന്ന കാലത്ത് നമ്മളെ വിളിച്ചു പറഞ്ഞ, ഗൾഫിലുള്ള സമയത്ത് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ കേൾക്കുക. അതേ ഉറപ്പുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം ചെയ്തിരിക്കുന്ന നന്മകൾ, ചാറ്റുകൾ, നന്മയുള്ള ചാറ്റുകൾ രേഖപ്പെടുത്തിയിട്ടാണ് നമ്മൾ മരിക്കുന്നതെങ്കിൽ ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ജീവനുള്ള കാലത്ത് നമ്മൾ പറഞ്ഞ ആ ഉപദേശം എടുത്തിട്ടില്ലെങ്കിൽ ഉറപ്പിച്ചോളൂ, നമ്മൾ മരിച്ചെന്ന് കേട്ടാൽ അന്ന് അയാൾ എടുക്കാൻ തുടങ്ങുന്നത്, ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് അളിയനിക്കും പുതിയാപ്പിളക്കും അമ്മോശനൊക്കെ ഇത് അസ്സലാമു അലൈക്കും, സ്വന്തന്നല്ലേ, നിസ്കാരമൊക്കെ ഉണ്ടാവണം, വീട്ടിൽ നമസ്കരിപ്പിക്കണം, കാര്യങ്ങൾ അപകടത്തിലാണ്, എല്ലാവരും മരിക്കും, ഇങ്ങനെയുള്ളതൊക്കെ പോകണം. മെസ്സേജുകൾ ഒരു കുറവും വേണ്ട അതിനൊന്നും. പ്രിയപ്പെട്ടവരെ, ഒരു നാണോ അതിനാവശ്യമില്ല. അങ്ങനെയുള്ള സ്വകാര്യങ്ങൾ ഫ്ലാഷ് ആവുക, നമ്മൾ പരത്തുക. ഇനിയോ ഔ ഇസ്ലാഹിൻ ബൈനന്നാസ്, മിക്ക മീറ്റിങ്ങുകളും മിക്ക സ്വകാര്യതകളും വെറുതെയാണ്, അനാവശ്യമാണെന്ന് ഖുർആൻ പറഞ്ഞിട്ട് പറയാണ് ഔ ഇസ്ലാഹിൻ ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ ഇസ്ലാഹ് നടത്താൻ വേണ്ടിയിട്ടുള്ള സ്വകാര്യ ചർച്ചകൾ ഒഴികെ. ഇസ്ലാഹ് നടത്തുക, നമ്മൾ പണിയെടുക്കണം. അതിന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അതൊരിക്കലും നന്നാവൂല നമ്മൾ പറയരുത്. നമ്മൾ നന്നാക്കി എടുക്കുക തന്നെ വേണം, അതിനുള്ള പണിയെടുക്കണം. അത് നമ്മുടെ സ്വകാര്യ ചർച്ചകൾക്കും സ്വകാര്യതയുള്ള ഒരു മൂവ്മെന്റിൽപ്പെട്ടതാണ്. രണ്ടാളുകളെ നന്നാക്കാൻ വേണ്ടിയിട്ട് പോവാന്നുള്ളത്, അതിലേക്ക് നമ്മൾ വരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള മനസ്സുള്ള മനുഷ്യരായി ജീവിക്കാൻ നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي علم بالقلم علم الإنسان ما لم يعلم أيها الناس اتقوا الله عباد الله أوصيكم وإياي ثانيا بتقوى الله. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് മുജാദലയിൽ അല്ലാഹു വീണ്ടും പറയുന്നു, ഇന്നമൻ നജ്വാ മിനശ് ശൈത്വാൻ ലിയഹ്സുന അല്ലദീന ആമനൂ വലൈസ ബിളാരിഹിം ശൈഅൻ ഇല്ലാ ബിഇദ്നില്ലാഹ് വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇന്നമൻ നജ്വാ മിനശ് ശൈത്വാൻ, മിക്ക സ്വകാര്യ സംഭാഷണങ്ങളും പിശാചിൽ നിന്നുള്ളതാണ്. സത്യവിശ്വാസികളെ ദുഃഖിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരം വർത്തമാനങ്ങൾ. എന്നിട്ടുള്ള പറയാണ്, ആരെ പറ്റിയാണോ ആ സ്വകാര്യം പറഞ്ഞിട്ടുള്ളത് ആ പറയപ്പെട്ടവരോട് പറയാണ്, നീ ബേജാറാവണ്ട, അള്ളാഹുവിന്റെ അനുവാദമില്ലാതെ നിനക്കെതിരെ ഈ ഗൂഢതന്ത്രങ്ങൾ മെനയുന്ന, ചർച്ചകൾ പറയുന്ന, സ്വകാര്യങ്ങൾ പറയുന്ന, നിന്റെ പരദൂഷണങ്ങൾ പറയുന്ന ആൾക്ക് നിന്നെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. അള്ളാഹ് വിചാരിക്കാതെ പറ്റൂല. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, നിങ്ങൾ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക. പ്രിയപ്പെട്ടവരെ, എത്ര വലിയ സംഭാഷണങ്ങൾ നടത്തിയാലും ഒരു നല്ല മനുഷ്യനെ തകർക്കാൻ, അയാളുടെ അഭിമാനത്തെ കേടുവരുത്താൻ, അയാളെ അപമാനപ്പെടുത്താൻ വേണ്ടിയിട്ടൊക്കെയാണ് ചർച്ചയെങ്കിൽ വിശ്വാസികളോട് അല്ലാഹു പറയാണ്, പേടിക്കണ്ട, നിങ്ങളെ കാര്യം ഞാൻ ഏറ്റു, നിങ്ങൾ എന്നെ ഏൽപ്പിക്കും, നിങ്ങൾ എന്നെ ബലമേൽപ്പിക്കുക, അവർക്കൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല, ഒന്നും സംഭവിക്കില്ല, പേടിക്കേണ്ടതില്ല. അതിനെ നമ്മൾ ഭയപ്പെടേണ്ടതില്ല എന്നാണ് സാരം. ഇനിയോ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, ഏതൊരവസ്ഥയിലും അള്ളാഹുവിനെ നമ്മൾ ചേർത്ത് പിടിക്കണം. റബ്ബ് നമ്മുടെ കൂടെ വേണം, വേറൊരാളും ആവശ്യമില്ല. റബ്ബ് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. ഇനിയോ സ്വകാര്യങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊന്നാണ്, ഒരിക്കലും രണ്ടാളുകൾ സംസാരിക്കുന്നിടത്തേക്ക് നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലാൻ പാടില്ല, അനുവാദമില്ലാതെ. عن سعيد بن المقبري رضي الله عنه مررت عن ابن عمر ومعه رجل يتحدث. അദ്ദേഹം സഈദ് അൽ മഖ്ബരി പറയാണ്, ഞാൻ ഇബ്നു ഉമറിന്റെ അടുത്തൂടെ പോകുമ്പോൾ അദ്ദേഹം ഒരാളുമായിട്ട് സംസാരിക്കുന്നു. ഫഖംതു ഇലൈഹിമാ, അബ്ദുല്ലാഹി ഇബ്നു ഉമറും അയാളും സംസാരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്നു. ഫലതമ ഫീ സദരി,
അപ്പൊ എന്റെ നെഞ്ചത്ത് ഇബ്നു ഉമർ എന്റെ നെഞ്ചത്തടിച്ചുകൊണ്ട് പറഞ്ഞു, എന്താ പറഞ്ഞത്? ഇതാ വജത്ത് ഇസ്നൈനി യതഹദ്ദസാനി ഫതകുൻ മഅഹൂമാ, രണ്ടാളുകൾ ഇരുന്ന് സംസാരിക്കുന്നത് കണ്ടാൽ നീ ഇങ്ങോട്ട് വരാൻ പാടില്ല, അവരോട് അനുവാദം ചോദിക്കാതെ നീ വരാൻ പാടില്ല. എന്നിട്ട് അദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു നിങ്ങളെ നന്നാക്കട്ടെ. അദ്ദേഹം പറഞ്ഞു, ഈ നെഞ്ഞത്തടി കൊണ്ട ആള് പറഞ്ഞു, അള്ളാഹു നിങ്ങളെ നന്നാക്കട്ടെ, എന്തെങ്കിലും ഹൈറ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. നമ്മളൊക്കെ പലപ്പോഴും രണ്ടാളുകൾ സംസാരിക്കുമെന്ന് ചെന്ന് നോക്കാൻ ഞാനും കേൾക്കട്ടെ എന്ന് വിചാരിച്ചിട്ടല്ലേ, അല്ലെ? നല്ലതെന്തെങ്കിലും ആണെങ്കിൽ കേൾക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പലപ്പോഴും പലരും പോവുക. ചിലപ്പോൾ നല്ലതായിരിക്കില്ല, എന്നാലും പോയെടുത്ത് നമ്മൾ വഷളാകും. അല്ലെങ്കിൽ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആകെ എളുപ്പരാകും, അല്ലേ? മറ്റൊരു മിനിറ്റ് ഒന്ന് നിങ്ങൾ മാറിക്കെന്ന് പറയുമ്പോൾ നമ്മൾ എളുപ്പരാകും. അതിനാണ് സഹാബത്ത് പഠിപ്പിച്ചതെന്ന് പ്രവാചകൻ പഠിപ്പിച്ച മാതൃക. രണ്ടാളുകൾ സംസാരിക്കുമ്പോൾ മൂന്നാമൻ അങ്ങോട്ട് പോകാൻ പാടില്ല. എന്നിട്ട് പറഞ്ഞു, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, റസൂലുള്ളാഹി പറഞ്ഞത് നീ കേട്ടിട്ടില്ലേ? ഇദാ തനാജാ ഇസ്നാനി ഫലാ യജ്ലിസ് ഇലൈഹിമാ ഹത്താ തസ്തഅദിൻ, രണ്ടാളുകൾ സംസാരിക്കുന്നത് കണ്ടാൽ അനുവാദം ചോദിക്കാതെ നീ അവിടെ ഇരിക്കരുത്. ഇനിയോ മറ്റൊരു കണ്ടീഷൻ, മൂന്നാമത്തെ മര്യാദ, ലാ യജൂസു ലിറജുലൈൻ അൻ യതനാജാ അഹദിഹിമാ വാഹിദ് ജാലിസഹുമാ സിഖാഖും വനിറാ, ആളുകൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന, ഈ രണ്ടാളുകൾ ഇങ്ങനെ സംസാരിക്കുകയാണ്. ആ സംസാരിക്കുന്ന സമയത്ത് സംസാരിക്കപ്പെടുന്ന വ്യക്തി അവിടെ ഉണ്ടെങ്കിൽ ചിന്തിച്ചു നോക്കണേ. അതായത് അവിടെയുള്ള ആളുകളുടെ കൂട്ടത്തിൽ നിങ്ങളുമായി ഭിന്നതയിലോ വേർപാടിലോ പ്രയാസത്തിലോ ഉള്ള ഒരാളെ സദസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ അയാളെ പറ്റി ഒന്നല്ല സംഭാഷണം നടത്തുന്നത്, പക്ഷെ നിങ്ങൾ സംസാരിക്കരുത്. എന്ത് സൂക്ഷ്മതയാ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിച്ച് നോക്ക്. നമ്മൾ എന്താ പറയുക, നമ്മൾ സംസാരം തുടങ്ങുമ്പോൾ അങ്ങോട്ട് നോക്കരുതേ എന്നും പറഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ കേട്ട് നോക്കാൻ തുടങ്ങും മറ്റോനെ, അല്ലേ? ഇനിയോ ഏതെങ്കിലും രണ്ട് കാര്യം പറയുമ്പോൾ അവിടുന്ന് ഒരാൾ ഇങ്ങനെ ഉരുകുന്നുണ്ടാവും, അയാൾ ഉറപ്പിക്കും, ഇത് ബാപ്പുസ്താദിനോട് ഇന്നെ പറ്റി എന്നെയാ പറയുന്നത്, മോൻ ഉറപ്പിക്കും, അല്ലേ? അങ്ങനെ മറ്റുള്ള ആളുകൾ നമുക്ക് എന്തെങ്കിലും ഈർഷ്യതയോ മറ്റുള്ള എന്തെങ്കിലും പ്രതിസ്ഥാനത്തോ അല്ലെങ്കിൽ നമ്മൾ ലേശം മാറ്റി നിർത്തിയതായോ ആള് ഒരു സദസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, അയാളെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ സംഭാഷണം നടത്തുക. ചിലപ്പോൾ അയാളെ നോക്കുന്നുണ്ടാകും. എന്ത് പ്രയാസപ്പെടുത്തലാ പ്രിയപ്പെട്ടവരെ, അതിന്റെ പണിയോ വേറെ ചെയ്താലോ? ചിലപ്പോൾ വിചാരിക്കാം, എന്റെ സ്വകാര്യം, എന്റെ ആ പ്രശ്നം അയാളോടും ഒരു പറഞ്ഞു, ഇനി അയാളെ ഞാൻ വിടൂല, അയാളെ സ്വകാര്യം എന്ത് ചെയ്യും, മറ്റുള്ള പല ആളുകൾക്കും പകരും. അതുകൊണ്ട് ആ മര്യാദയും ഇവിടെ പഠിപ്പിച്ചു. അതുകൊണ്ട് ശ്രദ്ധിക്കുക, സ്വകാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റുമെന്ന് ചോദിക്കുക. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ പോവരുത്, അല്ലെങ്കിൽ പോവാതിരിക്കുക. ഇനി നമ്മളെ വിളിക്കാൻ, നമ്മളെ കേൾക്കാൻ പറ്റിയതാണെങ്കിൽ ആ പ്രിയപ്പെട്ട സുഹൃത്ത് പറയും, ഇങ്ങോട്ട് വരികടോ, ഇഞ്ഞും കേട്ടോളി എന്ന് പറഞ്ഞ് വിളിച്ചോളും. അങ്ങനെ സ്വകാര്യതയിലെ മര്യാദകൾ നമ്മൾ ശ്രദ്ധിക്കുക. ഷോപ്പുകൾ നടത്തുന്ന ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ, കമ്പനികൾ നടത്തുന്നവരുണ്ട്, അവരൊക്കെയും ശ്രദ്ധിക്കേണ്ടതാണ്. അത് 3 പണിക്കാരുണ്ടെങ്കിൽ 2 പണിക്കാരെ വിളിച്ച് മുതലാളി ഇങ്ങനെ വർത്താനം പറയുമ്പോൾ എന്താ വിചാരിക്കുക, 2 ചാൻസാ, 1-2 പൊരിച്ചു കൊടുക്കുന്നുണ്ടാവും വിചാരിക്കും മൂന്നാമത്തെ പണിക്കാരൻ. അല്ലെങ്കിൽ വിചാരിക്കും എനിക്കെതിരെ ഒരു 3 ആൾ ഒന്നായിട്ടുണ്ട്, അല്ലേ? ഇതുണ്ടാകുക, അത് നമ്മുടെ കെട്ടുറപ്പിനെ ബാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്വകാര്യങ്ങൾ പറയുമ്പോൾ സൂക്ഷ്മത പുലർത്തുക, സ്വകാര്യതയായിരിക്കണം. ഇനിയോ നമുക്ക് പോലും സ്വന്തം സൂക്ഷിക്കാൻ പറ്റാത്ത സ്വകാര്യമായിരിക്കും നമ്മൾ കൂട്ടുകാരനോട് പറയാ, ഉറപ്പിച്ചോളൂ, നമുക്ക് സൂക്ഷിക്കാൻ പറ്റാത്തത്ര ആ കഴിവൊന്നും അവനും ഉണ്ടാവില്ല എന്തായാലും. മനസ്സിലായോ? അത് അവിടെ നിന്ന് ലീക്കാവും. അന്നേരം ഉറപ്പിക്കുക, ഞാൻ പോലും വേറൊരാളോട് പറഞ്ഞു പോയി എന്റെ സ്വകാര്യം. പിന്നെ ഓനെ സംബന്ധിച്ചിടത്തോളം വേറൊരാളുടെ രഹസ്യം അത്, ഓനിക്ക് എത്ര കണ്ടാ സൂക്ഷിക്കാൻ കഴിയുക. അതുകൊണ്ട് ആവശ്യമില്ലാത്തതൊന്നും ഷെയർ ചെയ്യാതിരിക്കുക. എന്തിനാ ഇത്? ചില ആളുകൾക്ക് ചില കാര്യങ്ങൾ മറ്റൊരാളോട് പറഞ്ഞിട്ടില്ലെങ്കിൽ വലിയ ഇടങ്ങാറാണ്. ആ സുഖേട് മാറ്റുക ആദ്യം, എന്നിട്ട് എല്ലാ സ്വകാര്യങ്ങളും റബ്ബിലേക്ക് വരമേൽപ്പിക്കുക. മോശമായത് കേൾക്കാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക, മോശമായത് കാണാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഭാര്യ പോലും സ്വന്തം അനിയത്തിയെ പറ്റിയോ ഇളയച്ചനെ പറ്റിയോ അമ്മോശനെ പറ്റിയോ അമ്മായിമ്മയെ പറ്റിയോ ഒക്കെ ഇങ്ങനെ പറയാൻ വേണ്ടി വരും. ഉത്തരവാദിത്തപ്പെട്ടവർ എന്ന നിലയ്ക്ക് ചില കേസുകളാണെങ്കിൽ ഓക്കെ, എന്നാൽ അത് പരിധി കടക്കുമ്പോൾ നിർത്തിക്കളാ, ബാക്കി മനസ്സിലായിട്ടുണ്ട് എന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യുക. അങ്ങനെ സ്വകാര്യ സംഭാഷണങ്ങളിലും സ്വകാര്യ ജീവിതത്തിലും ഉത്തമ സൂക്ഷ്മതയുള്ളവരായി ജീവിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂടെ എന്നും ഇവിടെ ഖുതുബയിലൊക്കെ ഉണ്ടാകുന്ന ഒരാൾ, അദ്ദേഹത്തിന്റെ മകൾ 6 മാസം ഗർഭിണിയായിരുന്നു. എന്തോ അപകടം കാരണത്താൽ അത് എന്താ പറയാ, ഒഴിവാക്കേണ്ടതായ സർജറിയോ മറ്റോ നടക്കുന്നു എന്ന് കേട്ടു. പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കുക. മാനസികമായി ആ പെൺകുട്ടി തകർന്നു പോകും, ആ ഭർത്താവ് തകർന്നു പോകും, ആ കുടുംബത്തിന് അതൊരു വേദന തന്നെയാണ്. ഒരാൾ മരിക്കുന്നതിന് തുല്യമാണ് അങ്ങനെയുള്ള നഷ്ടപ്പെടലൊക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഏറ്റവും നല്ലത് പകരം നൽകുമാറാവട്ടെ. അവർക്ക് അതിന്റെ ഹൈറാത്തുകൾ പെട്ടെന്ന് തന്നെ അല്ലാഹു
ബോധ്യപ്പെടുത്തി കൊടുക്കുമാറാവട്ടെ. നമുക്കും അത്തരം പരീക്ഷണങ്ങൾ വന്നേക്കാം. അള്ളാഹു അത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. ഇനി അത്തരം പരീക്ഷണങ്ങൾ വന്നാൽ അചഞ്ചലമായി അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് അതിനെ നേരിടാനുള്ള തൗഫീക്കും ത്രാണിയും ഈമാനും അള്ളാഹു നമുക്ക് ഊട്ടിയുറപ്പിച്ച് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. اللهم انصرنا الإخوان المسلمين في فلسطين. اللهم انصرنا الإخوان المسلمين في كل مكان. توفنا مسلما وألحقنا بالصالحين. اللهم اشف مرضاهم وارحم موتاهم. توفنا مسلما وألحقنا بالصالحين. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.